വി എസിൻ്റെ ആത്മകഥ എഴുതിയ ആളാണ്. വി എസിനെ ഏറ്റവും അടുത്തറിയുന്ന മനുഷ്യന്മാരിൽ ഒരാളാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ തന്നെ വൈകാരികതയുണ്ട്. എങ്ങനെയാണ് വി എസ് 102 വയസ്സ് പൂർത്തിയാകാനായി ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. ഈ വരുന്ന ഒക്ടോബർ 20-ന് 102 വയസ്സ് പൂർത്തിയാകും. അദ്ദേഹം കഴിഞ്ഞ ജൂൺ 23-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. കടുത്ത ശ്വാസം മുട്ടും അതുപോലെ ഒരു ഹൃദയാഘാതവും ഉണ്ടായതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുവന്നത്. അന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടായ ഒരു സന്ദർഭമായിരുന്നു എന്നാണ് ഡോക്ടർമാരെല്ലാം പറഞ്ഞത്. പക്ഷെ അതിൽ നിന്നെല്ലാം അദ്ദേഹം വളരെ അത്ഭുതകരമായിട്ട് അതിൽ നിന്നെല്ലാം മോചനം നേടി തിരിച്ചു വന്നു. ഡോക്ടർമാർ തന്നെ പിന്നീട് പറഞ്ഞത് അദ്ദേഹം സാധാരണഗതിയിൽ ഒരു നല്ല ആരോഗ്യമുള്ള ഒരാൾ പോലും അത്തരം ഒരവസ്ഥയിൽ പിന്നീട് അധികകാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ കാര്യങ്ങളോടും വളരെ ശക്തമായി പോരാടിക്കൊണ്ടായിരുന്നു ജീവിച്ചു വന്നത്. എല്ലാ പ്രതിസന്ധികളിലും എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായ പ്രവണതകൾക്കുമെതിരെ എല്ലാ തരത്തിലുള്ള മൂല്യച്യുതികൾക്കുമെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം വന്നത്. അദ്ദേഹം അത് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ, മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇതൊന്നുമില്ലായിരുന്ന ഘട്ടത്തിലുമെല്ലാം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പോരാട്ടങ്ങൾ അങ്ങനെയായിരുന്നു. സാമൂഹ്യ ജീവിതത്തിലെ എല്ലാ തിന്മകളോടും എല്ലാ കാലുഷ്യങ്ങളോടും അതിശക്തമായി പോരാടിക്കൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചു വന്നത്. ഈ കഴിഞ്ഞ 29 ദിവസം ഈ ആശുപത്രിയിൽ ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രിയിലെ IC യൂണിറ്റിൽ വെന്റിലേറ്ററിൽ ആയിരുന്നു അദ്ദേഹം കിടന്നിരുന്നത്. സാധാരണ ഇത്രയും ദീർഘമായ കാലയളവ് ഒരു രോഗി വെന്റിലേറ്ററിൽ കഴിയാറില്ല എന്നും ഡോക്ടർമാർ പലരും പറയാറുണ്ട്. അപ്പോൾ 29 ദിവസവും അദ്ദേഹം ഈ രോഗവുമായി അതിശക്തമായി പോരാട്ടം നടത്തുകയായിരുന്നു. കൗതുകരമായ കാര്യം, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അദ്ദേഹം ജീവിതത്തിലുടനീളം പോരാളിയായിരുന്നു. മരണത്തോടും അദ്ദേഹം പോരാടിക്കൊണ്ടാണ് അവസാനം മരണത്തിന് കീഴടങ്ങിയത്. അദ്ദേഹത്തിന് ഇതിനിടയ്ക്ക് 2020 കോവിഡ് വന്നതായിരുന്നു. പക്ഷേ ആ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോഴും ഡോക്ടർമാരെല്ലാവരും അത്ഭുതം പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം ചെറുപ്പക്കാരായ ആളുകളടക്കം കോവിഡിന് കീഴ്പ്പെട്ട സമയത്ത് ആ കോവിഡിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് VS പിന്നീട് അതിനെ അതിജീവിക്കുകയുണ്ടായി. ഇപ്പോഴും അതുതന്നെയാണ്. 29 ദിവസത്തെ ഈ വെന്റിലേറ്ററിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. അന്ത്യം വരെ, ജീവിതത്തിൻ്റെ ആദ്യകാലം തൊട്ട് അന്ത്യനിമിഷം വരെയുള്ള പോരാട്ടം. അദ്ദേഹം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജാതീയമായ വിവേചനം നേരിട്ടതിൻ്റെ പേരിൽ അത്തരം ജാതീയമായ വിവേചനം കാട്ടിയ വിദ്യാർത്ഥികളെ സ്വന്തം അരയിൽ കിടന്ന് അരഞ്ഞാണമൂരി അടിച്ചു തോൽപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരു 8-9 വയസ്സുള്ള സമയത്ത് തുടങ്ങിയ ആ പോരാട്ടമാണ്. ആ പോരാട്ടം 102ാം വയസ്സിൽ അദ്ദേഹം ത്തിൻ്റെ അന്ത്യശ്വാസം വലിക്കുന്നവരെയുള്ള സമയത്തും അദ്ദേഹം പോരാടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇതിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ യുഗം തന്നെ ഇല്ലാതാവുകയാണ്. കാരണം നിസ്വാർത്ഥമായ സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം നയിച്ച മനുഷ്യർ. കാരണം ദേശീയ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ അതിനുവേണ്ടി സ്വാതന്ത്ര്യം, ജനാധിപത്യം, പൗരാവകാശങ്ങൾ, പ്രായപൂർത്തി വോട്ടവകാശം തുടങ്ങിയ പിൽക്കാലത്ത് നാം എല്ലാം എത്തിപ്പെട്ട ആ ജനാധിപത്യ അവകാശങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു ഘട്ടത്തിലാണ് അതിനെല്ലാം വേണ്ടി സ്വന്തം ജീവനും പ്രാണനും ത്യജിച്ചുകൊണ്ട് അദ്ദേഹം പോരാട്ട രംഗത്ത് നിന്നത്. അന്നെല്ലാം ഈ പൊതുരംഗത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മിമാരുടെ ഗുണ്ടകൾ, പോലീസ്, അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ എല്ലാം അതിഭീകരമായ മർദ്ദനങ്ങളും ഭീഷണികളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അത് അദ്ദേഹം അന്ത്യം വരെ തുടർന്നു എന്നുള്ളതാണ്. എവിടങ്ങളിലെല്ലാം മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏതു മേഖലയിൽപ്പെട്ട ആളുകളും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അദ്ദേഹം സ്വന്തം രാഷ്ട്രീയം പോലും മറന്നു വെച്ചുകൊണ്ട്, മാറ്റിവെച്ചുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഇടപെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലുടനീളം സാമൂഹ്യ നീതിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി, സാധാരണ മനുഷ്യരുടെ മോചനത്തിനു വേണ്ടി എക്കാലവും നിലയുറപ്പിച്ച ഒരു തലമുറയുടെ അവസാന കണ്ണിയാണ് അദ്ദേഹമെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ഒരു പൊതുരാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു മഹായുഗത്തിന് തന്നെയാണ് VSൻ്റെ വേർപാടിലൂടെ അന്ത്യം വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.